പാലക്കാട് പഴയ കൽപ്പാത്തി പാലത്തിനും ജൈനിമേട് ESI ആശുപത്രിക്കും ഇടയ്ക്കുള്ള ബൈപ്പാസ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കിയിട്ടും പഴയ റോഡ് വഴി സഞ്ചാരം തുടരുന്നു. കാവൽപ്പാട് റെയിൽവേ ഗേറ്റ് സ്ഥിരമായി അടച്ചതുമൂലമുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ റെയിൽവേ നിർമ്മിച്ച ഈ ബൈപ്പാസ് ഏറെ നാളായി തകർന്നു കിടക്കുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ ബൈപ്പാസ് ഉപേക്ഷിച്ച പഴയ റോഡ് വഴി തന്നെ യാത്ര തുടങ്ങി. ഏറെ കാലത്തിനു ശേഷം റെയിൽവേ ഈ റോഡ് നന്നാക്കിയെങ്കിലും യാത്രക്കാർ പഴയ രീതി തുടരുകയാണ്. ബൈപ്പാസ് വന്നതോടെ ഇവിടെ വൺ വേ സംവിധാനം നടപ്പാക്കിയിരുന്നു. കൽപ്പാത്തി പഴയപാലം വഴി പാലക്കാട്ടേക്ക് വരുന്നവർ ബൈപ്പാസ് വഴിയാണ് പോകേണ്ടത്. തിരിച്ച് ഒലവക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ പഴയ റോഡ് വഴിയും പോകണം. നേരായ പാതയിലൂടെ വരുന്ന വാഹനങ്ങളും തെറ്റായ പാതയിലൂടെ വരുന്ന വാഹനങ്ങളും കൂടിച്ചേരുന്ന ഭാഗം വരുമ്പോൾ പലപ്പോഴും അപകടം സംഭവിക്കുന്നതായി പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു. ഈ കാണുന്ന സർവീസ് റോഡ് അത് കുറേ കാലം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു മാസം നേരാക്കിയിട്ടിട്ട്, പക്ഷേ അവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്നും വരുന്ന വണ്ടി അവിടുന്ന് അങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടുന്ന് വരുന്നവർക്ക് അപകടമാണ്. ഓടിക്കാനുള്ള സാഹചര്യം. ഒരു 3-4 ദിവസം മുമ്പ് ഒരു കാറും ഒരു ലോറിയും പാടെ ഉണ്ടായിട്ടു ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ ആളുകൾക്കൊന്നും പറ്റിയില്ല, വണ്ടി കുറച്ച് ക്രാച്ചായി, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അവിടെ ഒരു യൂട്ടേൺ വരഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് വരുന്നവർ എളുപ്പം നോക്കുകയാണ്. പക്ഷേ ഈ എളുപ്പം നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു അപകട മേഖലയായിട്ട് മാറുകയാണ്. ഈ സൈഡാണ് വരുന്നത്, ഈ സൈഡ് തന്നെ വരുന്നത് എല്ലാ വാഹനങ്ങളും. വലിയ വണ്ടികളൊക്കെ അധികം. പക്ഷേ ഈ വലിയ വണ്ടികൾ അതിൽ കൂടെ വരുമ്പോൾ ചെറുവണ്ടി ഇതിൽ കൂടെ വരുമ്പോൾ ഒരു ആക്സിഡൻറ്റിൻ്റെ പ്രശ്നം തന്നെ, അത് നല്ലൊരു പ്രശ്നം തന്നെ അത് ഉണ്ടായിരിക്കുന്നത്. ഗേറ്റ് അടയ്ക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതലാവും. ഒന്നും വെച്ചിട്ടില്ല, അടയാളൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വലിയ വണ്ടികൾ വരുന്നുണ്ട്, ഇതുപോലെ പാർക്കിംഗ് ഉണ്ടാവും. ഈ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങോട്ടും അങ്ങോട്ടും വണ്ടികൾ കൂടുതലായിട്ട് പോകുന്നത്. ഇതുവരെ ഈ കോർണർ വരയ്ക്കും ബ്ലോക്കായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇതാ ആ ബസ്സാണ് വരുന്നത്, ആ വഴി കൂടെ വരേണ്ട വണ്ടികളാണ് ഇത് കൂടെ വരുന്നത്. അപ്പോൾ എന്തായാലും ചെറിയ വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് ഓട്ടോക്കാരാണ്, നമുക്ക് ഇതേപോലെ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. റോഡ് ശരിയാക്കിയ വിവരം യാത്രക്കാരിൽ പലർക്കും അറിയാത്തതും യാത്രക്കാർ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു സിഗ്നൽ അവിടെ ഇല്ലാത്തതും കാരണമാണ് ഇത്തരത്തിൽ തെറ്റായ ഭാഗത്തുകൂടി വാഹനങ്ങൾ പോകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. പിന്നെ ആ റോഡ് വരെ ജനങ്ങൾ മറന്നു. പിന്നെ ജനങ്ങൾ ഇതേ തന്നെ പോകുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിൽ ശരി, ഇനി ഓഫീസറാണെങ്കിൽ ശരി, ഈ വഴി കൂടിയാണ് പോണത്. നേരാക്കിയ കാര്യം ജനങ്ങൾക്കറിയില്ല. പഴയ പോലെ കുണ്ടും കൂടിയാണ് വേണ്ടി ജനങ്ങൾ ഇതേനെ പോവുകയാണ്. അങ്ങനെ വന്ന് സർവീസായി. ഇനിയിപ്പോൾ എന്നറിയാം, ഡിപ്പാർട്ട്മെൻറ്റ് നിന്നിട്ട് വഴി തിരിച്ചു കൊടുക്കണം. അതങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വഴി എല്ലാവരും മറന്നു. പോണതും വരുന്നതൊക്കെ ഡബിൾ റോഡ് കൊടുത്തിട്ട് എന്തായി, അവർ ഈ സിംഗിൾ റോഡ് കൊടുത്തല്ലേ പോണതും വരുന്നതും. ഇതിപ്പോൾ നൈറ്റാണ് കൂടുതൽ ആക്സിഡൻ്റ് ആകുന്നത്. അവിടെ നിന്ന് വരുന്നവർ ഇത്ര വലിയ റോഡാണ്, ലെഫ്റ്റ് കൂടി റൈറ്റ് കൂടി അങ്ങനെ വേണമെങ്കിൽ പോകാം. സിംഗിൾ റോഡല്ലേ, പോണവർ അതേനെ ആരും പോകണില്ല. അങ്ങനെ തന്നെ ആക്സിഡൻ്റ് ആകുന്നത്. അത് നമ്മളിപ്പോൾ ഒന്നും പണ്ട് കാലം. എന്നാൽ ഞാൻ നിങ്ങളെ ചിന്തിക്കണം, എന്താണെന്ന് അറിയാം, ഒരു വഴി കൂടെ ഇത് വരാൻ പറ്റില്ല. ഈ റോഡിൽ കൂടെ വന്നവർ ആക്സിഡൻ്റ് ആയി പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്നവർക്ക് മാത്രമേ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടുള്ളൂ. ഇവിടെ നിന്ന് പോണവർ കിട്ടൂല. അന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കണില്ല. ഇല്ല, ആരോമാർക്കൊന്നുമില്ല. അവിടെ ഒരു ആരോമാർക്ക് പോകണ്ടായിരുന്നു, അത് ബോർഡ് കായപ്പോൾ അങ്ങ് വളഞ്ഞു പോയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇപ്പോൾ അന്ന് ജനങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ജനങ്ങൾ ഇനിയിപ്പോൾ എങ്ങനെ ഇതായാലും ഇനിയിപ്പോൾ RTO പോലീസുകാരെ നിന്നിട്ട് തിരിച്ചു വിടാണ്ടെന്ന് നടക്കുക. നമ്മളെത്ര പറയാൻ പറ്റും? പറഞ്ഞിട്ടൊന്നും ജനം കേൾക്കില്ല. എന്തിനാണ് ബസ്സുകാർ ഇതേവരെ ലോറിയും വരുന്നുണ്ട്. ഈ ഒരു വഴി കൂടിയാണ് വരുന്നത്. അവരൊക്കെ അതിനെ പോകണില്ല. റോഡിലെ തിരക്കും അപകട സാധ്യതയും കുറയ്ക്കാനാണ് വൺ വേ സംവിധാനം നടപ്പിലാക്കിയത്. റെയിൽവേ റോഡ് നന്നാക്കിയെങ്കിലും ഇതുവഴിയുള്ള വാഹന ഗതാഗതത്തിന് പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.